ഹലോ, ഞാൻ റൈഷ്ണു പാണ്ഡേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, നമ്മളിന്ന് നിൽക്കുന്ന നമ്മുടെ കപ്പ കൃഷിയാണ്. ഈ കാണുന്ന ഒരു വർഷമായ കപ്പയാണ്. ഈ 6 മാസ കപ്പയുണ്ട്, അതുപോലെ ഒരു വർഷമുണ്ട്. ഇത് നമ്മുടെ ഒരു വർഷത്തെ കപ്പയാണ് നട്ടേക്കുന്നത്. 2 മാസം കൂടെ കഴിഞ്ഞാൽ പറിക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു കപ്പ ഈ ഒരു രീതിയിലാകണമെങ്കിൽ ഒരു കർഷകൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലാവുന്നത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പന്നി ഇറങ്ങുന്ന പ്രദേശമാണ്. നമുക്ക് പന്നീനെ കൊല്ലാനായിട്ടുള്ള റൈറ്റ്സ് ഇല്ല. അതുകൊണ്ട് പന്നി ഇറങ്ങുമ്പോഴത്തേനും കർഷകൻ ചെയ്തേക്കുന്നത് അവിടെ കമ്പിവേലി കെട്ടി വെച്ചേക്കുവാണ്. അതുപോലെ കമ്പിവേലിയോ അല്ലെങ്കിൽ സോളാറോ പിന്നെ അല്ലെങ്കിൽ സാരി കൊണ്ടൊക്കെ ഇങ്ങനെ മറച്ചൊക്കെ വെച്ചാണ് അവരുടെ കൃഷി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. വളരെയധികം കഷ്ടപ്പാടാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് ഈ പന്നി പകുതിയും കൊണ്ടുപോയി കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന ആ വിള കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേനും അവർ പ്രതീക്ഷിക്കുന്ന വില പോലും കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മഴയൊക്കെ വരുന്ന സമയത്ത് ഈ കണ്ട ഫുള്ള് വെള്ളം കയറും. ഈ വാഴയൊക്കെ വെക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാഴ പകുതിയും പോകും. എന്നിട്ട് എന്ത് ചെയ്യണം, ആ വാഴ വിത്തെല്ലാം കൂടെ കളഞ്ഞിട്ട് ഈ മഴ കുറയുമ്പോൾ വെള്ളം ഒന്ന് താഴ്ന്നു കഴിയുമ്പോൾ പുതിയ വാഴ വിത്ത് വാങ്ങിച്ചിട്ട് നട്ട് കർഷകൻ കൃഷി ചെയ്യുന്നു. അത് ഭയങ്കര ദുരവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ കർഷകനെ സംബന്ധിച്ചിടത്തോളം. ഈ കർഷകൻ ഇവിടെ കൃഷികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതുണ്ട് ഈ ഭാഗം ഇങ്ങനെ കണ്ടമാണ്. അതുപോലെ മിക്കവരും പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഈ പാട്ടത്തിനെടുത്താലും അവർക്കും നമ്മൾ കുറച്ച് പൈസ കൊടുക്കണം. അതും പിന്നെ ഒരുപാട് നഷ്ടം സഹിച്ചാണ് ഇവിടെയുള്ള കർഷകർ കൃഷി ചെയ്യുന്നത്. അപ്പുറത്ത് വാഴയുണ്ട്, ഇവിടെ കപ്പ മാത്രമല്ല, അപ്പുറത്തെ സൈഡ് വാഴയുണ്ട്, പിന്നെ അതുപോലെ ഏലമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.